പഞ്ചായത്ത് റോഡ് നവീകരിക്കാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പോകുന്ന ഒരു ഭിന്നശേഷിക്കാരൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കോട്ടയം വെച്ചൂർ പഞ്ചായത്ത് വാർഡിലെ സെബാസ്റ്റ്യനാണ് നല്ല റോഡില്ലാത്തതുകൊണ്ട് തൻ്റെ ഇലക്ട്രിക് വീൽ ചെയറിൽ പുറത്തിറങ്ങാൻ കഴിയാത്തത്. നിരവധി തവണ പരാതി കൊടുത്തു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഒപ്പം പഠിച്ച കൂട്ടുകാർ നൽകിയതാണ് സെബാസ്റ്റ്യന് ഈ വീൽ ചെയർ. അത് ലഭിച്ചപ്പോൾ മുതൽ പുറം ലോകം കാണാനാകുമെന്ന് സെബാസ്റ്റ്യൻ പ്രതീക്ഷിച്ചു. പള്ളിയിൽ പോകാനും സുഹൃത്തുക്കളെ കാണാനുമെല്ലാം സാധിക്കുമെന്ന് കരുതി. എന്നാൽ വീടിന് മുന്നിലെ വഴി ഇതിനെല്ലാം തിരിച്ചടിയായി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല. ഇതോടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു. പലതവണ പഞ്ചായത്തിൽ പരാതി നൽകി, ഒന്നും നടപ്പായില്ല. വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവിക്കുന്നത്. പഞ്ചായത്ത് നമുക്ക് യാതൊരു നീതി ഇതുവരെ ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വർഷാവർഷം ഇങ്ങനെ അവർ ഇതിടുന്നുണ്ട്, കോൺട്രാക്ട് ആരും എടുക്കുന്നില്ല. ഇപ്പം എനിക്കൊന്ന് പള്ളിയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അറിയാം, ഇതിൽ കോൺക്രീറ്റ് ചെയ്തത് എനിക്ക് സുഖമാണ്. എനിക്ക് ആരുടെ ഒരു ഹെൽപ്പും വേണ്ട. ഒന്ന് പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കുക, അവരെ കൂട്ടുകാരെ കാണുക, എനിക്കൊരു ആഗ്രഹങ്ങളില്ലേ. സെബാസ്റ്റ്യൻ മാത്രമല്ല, സമീപത്തുള്ള 2 പേർ കൂടി ഇതേ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പ്രായമായവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. പ്രായമുള്ളവർക്കോ എല്ലാവർക്കും, ഞങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടായ വഴിയാ കൂടി പോകാനായിട്ട്. നമ്മൾ പഞ്ചായത്തിലൊക്കെ ചോദിച്ച് പിടിച്ച് അവര് നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നും പറഞ്ഞുള്ള രീതികളൊക്കെയാണ്. ഈ വഴിയൊന്നും ഒരു കാശിനും കൊള്ളിയായിരുന്നു. നമുക്കൊന്നും ചൊവ്വേന്നേരം നടക്കാൻ പോലും മേല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കാൻ ടെൻഡർ ആയതാണ്. എന്നാൽ ജോലി ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ ആരും വന്നില്ല. ഇതാണ് പ്രതിസന്ധി എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ന്യായമായ ഒരു ആവശ്യമാണ് സെബാസ്റ്റ്യൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനു നേരെ കണ്ണടയ്ക്കുന്നവർ ആരായാലും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.